ഇന്ന് ഞാനും അച്ഛനോട് ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അച്ഛൻ അങ്ങനെ എന്നോട് ചോദിച്ചു, എന്താ ജോലിക്കൊന്നും പോകണില്ലേ ഇനി, ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ മൈൻഡൊന്നും ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ കെട്ടിച്ചുവിടാനുള്ള പൈസ നിൻ്റെ അടുത്തില്ല കേട്ടോ, അണക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ കെട്ടിച്ചുവിടാനുള്ള രജിസ്റ്റർ മാരേജ് നോക്കിയാൽ മതി, അതാകുമ്പോൾ 500 1000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീരുമല്ലോ, അതിനുള്ള പൈസ എൻ്റെ അടുത്തുണ്ടെന്നുള്ളത് ഞാനും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സമയം 1 മണി. ഇപ്പോഴും ഞാൻ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്നത് 1 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ 9 മണിക്കുണ്ടായ കാര്യമാണ് കേട്ടത്. ഇപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് അറിയാം ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജോബ് റിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ജോബ് റിസൈൻ ചെയ്തിട്ട് 2.5 മാസം ഞാൻ ആയിട്ടുള്ളൂ. എന്നിട്ടും അവർ 2.5 മാസം ആയപ്പോഴേക്കും ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. സംഭവം തമാശയ്ക്കാണ് പറഞ്ഞത്, എന്താണെന്നുള്ള രീതിയിൽ തമാശയ്ക്കാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് എവിടേക്കൊക്കെയോ ഒരു സീരിയസ് ചോ വന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചായിട്ട് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് റിസൈൻ ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് തമാശയായിട്ടൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എത്തി നിൽക്കുന്ന ഒരാളും കൂടിയാണ് ഞാനിപ്പോൾ. കാരണം ഇമാതിരി ക്വസ്റ്റ്യൻസ് കൊണ്ട് തന്നെയാണ് തമാശയ്ക്കാണ് തുടങ്ങുന്നത്. ഈ അറിയില്ല, ചിലപ്പോൾ നാളെ സീരിയസ് ആയിട്ട് വരുമായിരിക്കും. ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് വി ആർ എക്സിസ്റ്റ് ഇൻ എ മിഡിൽ ക്ലാസ് ഫാമിലി. നമ്മളെന്നും ഒരേ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയം വരില്ല. പക്ഷേ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു പോസ് ആർക്കെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യായിക വരികയാണെന്നുണ്ടെങ്കിൽ അതോടെ തീർന്നു നമ്മുടെ കാര്യം. ബിക്കോസ് നമുക്ക് പുതിയ അധികം സേവിങ്സ് ഇല്ല, എന്നാൽ നമ്മുടെ കാര്യങ്ങൾ എന്നും കണ്ട് നടന്ന് പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ദാറ്റ്സ് ദ മിഡിൽ ക്ലാസ് ശാപം. നിങ്ങളും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണോ? ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.